ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള മുന്തിരി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ്. കുറച്ച് അധികം പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 11 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വലിയ ഗ്ലാസ്സിന് 11 ഗ്ലാസ് വരെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മുന്തിരി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല കളറുള്ള മുന്തിരി നോക്കിയിട്ട് തന്നെ എടുക്കണം. എന്നാലേ ജ്യൂസിന് നല്ല തിക്നെസ്സും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകുള്ളൂ. കളർ കുറഞ്ഞിട്ടുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പുളിയാവട്ടോ ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കറുത്തിട്ടുള്ള നല്ല കളറുള്ള മുന്തിരി നോക്കിയെടുക്കുക. ഈ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂടി നിൽക്കണ വരെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 5-10 മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. പിന്നെ കുക്കിങ്ങൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് മൊത്തത്തിൽ ഇതുപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 9 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ ജ്യൂസ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്. ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കണ മുന്തിരിൻ്റെ പുളിക്കനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നേക്കും. ഇനി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നല്ലൊരു കളറും നല്ല ടേസ്റ്റും ഉണ്ടാകുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം പോരാ. ഇതുപോലെ നന്നായിട്ട് വെന്തിട്ട് വരണം. ഇതുപോലെ കളർ ഉണ്ടാവും കേട്ടോ. ഇത് നല്ല കളറുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ ചൂട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം. തലേ ദിവസം ചെയ്തെടുക്കുക. നാളെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിവിടെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 9 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ വലുതാണെന്നുണ്ടെങ്കിൽ എണ്ണത്തെ അളവ് കുറക്കാട്ടോ. കൂടെ തന്നെ ഇതിലേക്ക് 2 വലിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട. ഒരു 1.5 ചേർത്താൽ മതിയാകും. ഇനി ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് പോകില്ല. അപ്പോൾ 2 ആയിട്ടാണ് അടിച്ചിട്ടുള്ളത്. അടിച്ചെടുത്ത മിക്സ് നല്ല രീതിയിൽ അരച്ചിട്ടെടുക്കാം. പിന്നെ നമ്മൾ എടുക്കണം മുന്തിരിക്കനുസരിച്ചാവട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുന്തിരി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഓവർനൈറ്റും കൂടെ ഫ്രിഡ്ജിൽ വെക്കുക. നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിച്ചിട്ടും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പദം ഇങ്ങനെ മുകളിലേക്കായിട്ട് വരും കേട്ടോ. അടിയിൽ ഇങ്ങനെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ടുണ്ടാകും. പദം മുകളിലേക്കായിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാം റെസിപ്പി തന്നെയാണ്. എന്നാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. 1 കിലോ മുന്തിരി വെച്ചിട്ട് ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിന് 11 ഗ്ലാസ് മുന്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്